ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജർക്കിങ് പറഞ്ഞിട്ടുണ്ട്. ക്ലച്ച് സൈഡിൽ നിന്ന് ജർക്കിങ്, ഫ്രണ്ട് മൺഗാർഡ് ചെക്കപ്പ്, അതായത് വെൽഡിംഗ് ഒക്കെ വിട്ടുപോയിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എൻജിൻ ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. മൺഗാർഡിൻ്റെ അവിടെ ബോൾട്ടിൻ്റെ ഭാഗത്ത്, ബോൾട്ട് പിടിപ്പിക്കുന്ന ഭാഗത്ത് വെൽഡിങ് വിട്ടുപോയേക്കാം, തുരുമ്പിട്ട് വിട്ടുപോയേക്കാണ്. അത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ ക്ലച്ച് ജർക്കിങ് ഉണ്ട്, ഓടിക്കുമ്പോൾ ബ്രേക്ക് കുറവുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ആയിട്ട് കിട്ടിയത് കേട്ടോ. നമുക്കതിൻ്റെ ബാക്ക് സൈഡ് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈൻഡർ മാക്സിമം അതിൻ്റെ ഒരു മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇത് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, പക്ഷേ പരമാവധി ഉപയോഗിച്ച് തീർന്നതാണ്. അതേപോലെ തന്നെ ഹബ്ബിൽ ചെറിയൊരു ലൈൻ വീണിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ ആണ് ഈ ബ്രേക്ക് ലൈൻഡറിനത് കാണുന്നത്. കാരണം ചെറിയൊരു പാട് പോലെ വന്നിട്ടുണ്ട് ഹബ്ബിനകത്ത് കേട്ടോ. തൽക്കാലം അങ്ങനെ കിടന്ന് ഓടട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പോളിഷ് ചെയ്യാൻ നിന്നാൽ വീണ്ടും ഹബ്ബിന് വലിപ്പം കൂടും. അപ്പോൾ പരമാവധി യൂസ് ചെയ്യുക. തീരെ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹബ്ബ് മാറ്റി കളഞ്ഞാൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്തിടാം. ക്ലീൻ ചെയ്ത് ബ്രേക്ക് ലൈൻഡർ മാറ്റി കഴിഞ്ഞാൽ നിന്നോളൂ, കുഴപ്പമില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഗിയറിനകത്ത് തന്നെ ഓയിൽ ലെവൽ തീരെ കുറവാണ്. അപ്പോൾ ഗിയർ ഓയിൽ നമുക്ക് മാറ്റിയിടണം. അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. തന്നെയല്ല ഫുള്ള് പൊടി കയറി ബ്ലോക്കായി പോയേക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ ഈ പ്ലഗ് മാറ്റണം, ഈ സെക്കൻഡറി ഫിൽറ്റർ മാറ്റണം കേട്ടോ. എല്ലാം നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്കാണ്. ശരിക്കും അത് മാറ്റേണ്ട ഒരു ടൈമാണ്. ശരിക്കും ഓരോ 10,000 കിലോമീറ്ററിലാണ് നമ്മൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടത്. ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് പിന്നെ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ അഴുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ ഇത് രണ്ടും കമ്പൽസറി ആയിട്ട് 10,000 കിലോമീറ്ററിനുള്ളിൽ മാറ്റിപ്പോൾ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ മാറ്റേണ്ട ഒരു പാർട്സാണ് ഈ എയർ ഫിൽറ്ററും പ്ലഗും എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാനാണ്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നോർമൽ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കി വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അത് ഓൾറെഡി ഗ്രീസിൻ്റെ അഭാവം അതിനകത്ത് കാണുന്നുണ്ട്. നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ക്ലച്ച് ഷൂ ഒക്കെ പിന്നിൽ ഫുൾ ടൈറ്റ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജർക്കിങ്ങിൻ്റെ വരെ പ്രോബ്ലം കാണിക്കുന്നത്. മെയിൻ റീസൺ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പരിധി വരെ അത് റെഡി ആയിക്കോളും. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ഇതുമ്പോൾ കിടക്കണേ. തന്നെയല്ല അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നൂലൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിന് വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ ഓൾറെഡി ഇങ്ങനെ നൂലൊക്കെ പുറത്തേക്ക് വന്നേക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് കൈയോടെ മാറ്റി കളയണമായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അതല്ലെങ്കിൽ ആ നൂലിൻ്റെ ഭാഗം വന്നേക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൽക്കാലം വേണമെങ്കിൽ കയറ്റി സെറ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും ബെൽറ്റ് ഐറ്റംസൊക്കെ മാറ്റിയിടുമ്പോൾ കമ്പനി ഒറിജിനൽ പാർട്സുകളൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. കാരണം ബെൽറ്റിന് വേറെ പൊട്ടലുകളല്ല, ഈ സൈഡിൽ നിന്ന് അതിൻ്റെ നൂലൊക്കെ പൊളിഞ്ഞു വന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ താമസിച്ചാണ്ട് അത് പൊട്ടിപ്പോവും. അതാണ് സംഭവിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ചെറിയ ടൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ്കറ്റിൻ്റെയാണ്. പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ മാറ്റി കളയാം. കാരണം അത്രയും ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഇത്രയും ടൈറ്റ് കാണിക്കാതെ തന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഔട്ടറിനകത്ത് ഇന്നർ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിയുമ്പോഴത്തേക്കും ആക്സിലേറ്റർ കുറച്ചാൽ കുറയാത്തൊരു കണ്ടീഷനിലേക്ക് വരും. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കയറ്റി അഴിക്കേണ്ടത്. അപ്പോൾ നിലവിൽ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ എയർ ഫിൽറ്റർ അല്ല ആക്സിലേറ്ററിൻ്റെ കേബിളും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി കളയണമായിരിക്കും ബെറ്റർ. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ അത് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷ്, ഗ്രീൻ ബുഷ് രണ്ടും കംപ്ലൈൻ്റ് ആണ്. ഈ സൈഡ് പോയേക്കാണ്. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷിന് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അതൊന്ന് അഴിച്ച് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെയുള്ളത് ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗമാണ്. ഫ്രണ്ട് മൺഗാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതുമ്പോൾ പിടിപ്പിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, മൊത്തം അങ്ങനെ പൊട്ടിപ്പോകുന്നൊക്കെ. ഈ ഒരൊറ്റ ബോൾട്ടും മതി. ഇവിടെ കാണുന്ന ഈ ഒരു ബോൾട്ടും വേണം നിൽക്കണേ. ബാക്കിയത്തെ സൈഡിൽ 2 പിടുത്തം വരുന്നുണ്ട്. അതായത് ഈ ഭാഗത്തും ഈ സൈഡിലും 2 സൈഡിലും ഓരോ ബോൾട്ട് തന്നെ ഉണ്ട്. ആ ബോൾട്ട് വന്ന ഭാഗത്ത് തുരുമ്പിട്ട് വിട്ടുപോയേക്കാണ് ഇപ്പം. അപ്പോൾ അതൊന്ന് ഗ്യാസ് വെൽഡ് ചെയ്യുന്നിടത്ത് കൊടുത്ത് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്യണ സമയത്ത് ഉറപ്പായിട്ടും ഈ ഭാഗത്ത് കുറച്ച് പെയിൻറ്റ് പോകാൻ സാധ്യതയുണ്ട്. വെള്ള കളറാണ്, നമുക്ക് വേറെ ടച്ചിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷേ വെൽഡ് ചെയ്യാതെയും വേറെ മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഇനി അതല്ലെങ്കിൽ നമുക്ക് നിലവിൽ ബോൾട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബോൾട്ട് ചെയ്തിടാൻ പറ്റുമെന്ന് നോക്കാം. കാരണം പെയിൻറ്റ് പോയിക്കുമ്പോൾ അതൊരു അപാകതയായിരിക്കും. ഞാൻ നോക്കട്ടെ അതെങ്ങനെ ചെയ്യാൻ പറ്റാമെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. കാരണം ഈ 2 ബോൾട്ടും അഴിഞ്ഞു പോരില്ല, തുരുമ്പിട്ടൊരവസ്ഥയിലാണ്. എന്തായാലും വെൽഡ് ചെയ്ത് അഴിച്ചെടുക്കണം. അപ്പോൾ
അപ്പോൾ മറ്റേ ഇതുമേ പെയിൻ്റ് ഉള്ളത് കൊണ്ട് അത് വെൽഡ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് കത്തിപ്പോവും, അതാണ് പ്രോബ്ലം. പിന്നെ ബാറ്ററി നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുമ്പോൾ 2023 മോഡൽ ബാറ്ററി വണ്ടിയും ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.80 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.67. നിലവിൽ വോൾട്ട് ഏകദേശം അതിൻ്റെ ബോർഡർ ലൈനിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന സ്റ്റേജിലേക്ക് ആയിട്ടില്ല. പിന്നെ അതേപോലെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്, അതേപോലെ തന്നെ ചെറിയ ടൈറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊടിക്കൊന്ന് ടൈറ്റ് ചെയ്തിടാൻ പറ്റുമോ എന്ന് നോക്കാം, അതല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഓടിക്കാം. കാരണം അത് അഴിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് അഴിക്കേണ്ടി വരും. ഫ്രണ്ട് കോൺസെപ്റ്റ് അഴിക്കണമെങ്കിൽ ഫുൾ ഫോർക്ക് അഴിച്ചിട്ട് വേണം കോൺസെപ്റ്റ് മാറ്റാനായിട്ട്. എപ്പോഴും നല്ലത് കോൺസെപ്റ്റ് മാറ്റിക്കളയാണ്. അടി കാണിച്ചു കഴിഞ്ഞാൽ കൈയോടെ കോൺസെപ്റ്റ് മാറ്റിക്കളയാണെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് താമസം തന്നെ പണിയാണ്. അത് ഫ്രണ്ട് ഫോർക്ക് അഴിക്കുമ്പോഴൊക്കെ നമുക്ക് താമസം വരും. അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടുമെന്ന് നോക്കട്ടെ, കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റണമായിരിക്കും ബെറ്റർ. ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ അത് സമയമുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ അതിൻ്റെ ഈ സൈഡൊക്കെ ചെറിയ ചിളക്ക് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഒരു ഇടിയിട്ടുണ്ട്. ഇതിവിടെ ബാക്കിലത്തെ ഈ ബോഡിയുടെ ഭാഗത്തൊരു ഇടിയിട്ട് ചിളങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫ്ലോർ കവറൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് വന്നേക്കണ കേസുകൾ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്മാർട്ട് പ്ലഗിൻ്റെ കേസ് പറഞ്ഞു, പ്ലഗും കൂടിയും നമുക്ക് മാറ്റിയിടുന്നുണ്ട്. എയർ ഫിൽറ്റർ പ്ലഗ്, സെക്കൻഡറി ഫിൽറ്റർ, ആ സെക്ഷനാണ് ചെയ്ത് വരുന്നത്. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ ലെവൽ കുറവൊന്നുമില്ല, നല്ല ഓയിലാണ്. അപ്പോൾ ഓയിൽ ചെക്കപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, നല്ല ഓയിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടോ. സ്പാർക്ക് പ്ലഗ്, സെക്കൻഡറി ഫിൽറ്റർ, എയർ ഫിൽറ്റർ ഉൾപ്പെടുത്തുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കുഷ്യൻ്റെ ഗ്രീൻ ബുഷ് ഉൾപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ കോളർ. പിന്നെ മൺകാട് വെൽഡിങ്ങിൻ്റെ കേസ് വരും. കോൺസെപ്റ്റിൻ്റെ ഞാൻ തൽക്കാലം അതിനകത്ത് ഉൾക്കൊള്ളിക്കണമൊന്നുമില്ല കേട്ടോ, കാരണം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇനി അതല്ല സമയമുണ്ടെങ്കിൽ മാറ്റണം ഏറ്റവും ബെറ്റർ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റി പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ തന്നെയാണ്. ഫ്രണ്ട് ടയറൊക്കെ നോക്കി, പുതിയ ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല. ബെയറിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് ഒന്നും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ ഹെഡ് കവറിൻ്റെ ബീഡിങ് ഉൾപ്പെടുത്തുന്നുണ്ട്, ആക്സിലേറ്റർ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ബെൽറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിങ്ങൊക്കെ അതിനകത്ത് വരും, ബാക്കിലത്തെ ബ്രേക്ക് ഷൂ. ഇത്രയായിട്ടാണ് മെയിനായിട്ട് വന്നേക്കണേ. പിന്നെ കൂട്ടത്തിൽ കൂടെ നമുക്കതിനകത്ത് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, വാഷിംഗ് കൂടിയും അതിനകത്ത് വരും കേട്ടോ. ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.